ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്ത് നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് കേട്ടോ. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു നേന്ത്രപ്പഴം ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്ത കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് ഒരു 3/4 കപ്പ് അളവിൽ ശർക്കരപ്പാനിയാണ്. ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് എടുത്താണ് 3/4 കപ്പ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് വട്ടത്തിലരിഞ്ഞ് ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഏത്തയ്ക്ക നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റി മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒട്ടും ചേർക്കരുത്. അപ്പോൾ അങ്ങനെ പച്ചരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് നല്ല ഫുള്ളായിട്ടുള്ള തേങ്ങ കേട്ടോ, നല്ല അമക്കി വെച്ചിരുന്ന തേങ്ങ കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ നെയ്ക്കകത്ത് വാട്ടി വെച്ച ഏത്തയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഉൾപ്പെടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. അത് ആദ്യം ഒരു 1/2 കപ്പാണ് ചേർക്കുന്നത് കേട്ടോ. വെള്ളം പിന്നീട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യം ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചുക്കും ഏലക്കായും കൂടെ ഒന്നിച്ച് പൊടിച്ചതാണ് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം ബാക്കി ഇരിക്കുന്ന ആ ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് മിക്സിയുടെ ജാറിൽ അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരു തരി പോലും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു മിനിമം 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റ് ആവും. ഞാനൊരു 3 മണിക്കൂർ കൂടുതൽ 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മാവ് നല്ല കട്ടിയാവും. വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ, ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് ഡേറ്റ്സ് കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതല്ലേ. അതേപോലെ ഈ സ്നാക്ക് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റാട്ടോ. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ചെയ്യത്തില്ലേ, അതേപോലെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് ബൗളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നെയ്യ് തടവി കൊടുക്കുകയാണ്. നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും തടവി കൊടുക്കാം. ഗ്ലാസ് ബൗൾ എടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ബൗൾ നോക്കി എടുക്കുക, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ആവി കയറുമ്പോഴത്തേക്ക് ചിലപ്പം വിണ്ടുപോകും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള ബൗള്, ഗ്ലാസ് ബൗളാണെങ്കിൽ കട്ടിയുള്ള എടുക്കുക, അല്ലെങ്കിൽ സ്റ്റീൽ ബൗൾ എടുത്താലും മതി. അപ്പം 4 ബൗളും ഞാൻ നെയ്യ് പുരട്ടി കഴിഞ്ഞു. ഇനി അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അത് അരഭാഗത്ത് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഇത് ആവി കയറി വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പൊങ്ങി വരുമ്പോൾ കവിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അരഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ബദാമും കാഷ്യൂവും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ്. പിസ്ത ഉണ്ടെങ്കിൽ അതും, അതേപോലെ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ളത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിത് വേവിച്ചെടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലിത്തട്ടിലാണ്. ഇഡ്ഡലിത്തട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ആവി വരുമ്പോഴത്തേക്ക് നമുക്കിത് നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് എടുത്തിട്ടോ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പപ്പടം കുത്തി, അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും സംഭവം വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പം ഇവിടെ അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ട് ഇളകി വരത്തില്ല. അപ്പം ഒരു പിച്ചാത്തിയുടെ എൻറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്